തിരക്കേറിയ സിനിമാ ലോകത്ത് രസിപ്പിക്കുന്ന സിനിമകളുണ്ട്, നമ്മെ ചിന്തിപ്പിക്കുന്ന സിനിമകളുണ്ട്, പിന്നെ തീർത്തും അപ്രതീക്ഷിതമായ എന്തെങ്കിലും ആകാംക്ഷ ജനിപ്പിക്കുന്നവയുമുണ്ട്. മലയാളത്തിലെ അമാനുഷിക കോമഡിയായ ഹലോ മമ്മി അത്തരത്തിലുള്ളൊരു ചിത്രമാണ്. പ്രേക്ഷകരെ ഒരേ അളവിൽ ചിരിക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ക്ഷണിതമായ പരാമർശം സിനിമയിലുണ്ടായിരുന്നു: ബഹോഡ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇതൊരു ഹ്രസ്വ പരാമർശം മാത്രമായിരുന്നു, കഥാസന്ദർഭത്തിൽ കടന്നുപോയ നിമിഷം. പക്ഷേ അത് എന്നെ അത്ഭുതപ്പെടുത്തി. ആരാണ് ബഹോഡ കമ്മ്യൂണിറ്റി? അവരുടെ പാരമ്പര്യങ്ങൾ, അവരുടെ ചരിത്രം, ചുറ്റുമുള്ള ലോകത്തെ അവരുടെ സ്വാധീനം എന്താണ്? ഈ ചെറിയ പരാമർശം എന്നെ കൗതുകരമായ ഒരു പാതയിലേക്ക് നയിച്ചു. കഥകൾ, സംസ്കാരം, പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സമ്പന്നമായ ഒരു പൈതൃകം എന്നിവ അനാവരണം ചെയ്തു. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഒരു അതിമനോഹരമായ ചരിത്രമാണ്. അവരുടെ ഉത്ഭവം മുതൽ ആചാരങ്ങൾ, സംഭാവനകൾ, കൂടാതെ അവരെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ വരെ നമ്മളൊരു അതുല്യമായ യാത്രക്കൊരുങ്ങുകയാണ്. ഇതുവരെ ആരും പറയാത്ത കഥകളും മറഞ്ഞിരിക്കുന്ന ചരിത്രവുമായാണെന്ന് നാം മുന്നോട്ട് പോകുന്നത്. അതിനാൽ നിങ്ങൾക്ക് നിഗൂഢതകളും അപരിചിതമായ കഥകളും അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ തന്നെ തുടരൂ. ഇത് നിങ്ങൾക്ക് അതിശയകരമായ ഒരു അനുഭവമാകും. വളരെ കാലം മുമ്പ് പുരാതന നദികൾ കാറ്റിനോട് രഹസ്യങ്ങൾ മന്ത്രിക്കുകയും പർവ്വതങ്ങൾ ചരിത്രത്തിൻ്റെ മൂകസാക്ഷികളായി നിലകൊള്ളുകയും ചെയ്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വംശം ഉയർന്നു വന്നു. അത് വീര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പൊരുത്തപ്പെടലത്തിൻ്റെയും കഥകൾ വഹിച്ചുകൊണ്ട് കാലത്തിലൂടെ കടന്നുപോകുന്നു. ഭൂതകാലത്തിൻ്റെ പ്രതിനിധികളുമായി ആഴത്തിൽ ഇഴചേർന്ന ഒരു വംശപരമ്പരയായ അറോറ ഖാത്രി പൈതൃകത്തിൽ അതിൻ്റെ വേരുകൾ കണ്ടെത്തുന്ന ബഹോഡ സമുദായത്തിൻ്റെ കഥയാണിത്. ശ്രീരാമൻ്റെ നേരിട്ടുള്ള പിൻഗാമികളെന്ന് വിശ്വസിക്കപ്പെടുന്ന സൂര്യവംശി വംശജർ ഭാരതത്തിൻ്റെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പറയുന്നു. ബഹോഡമാരും അവരുടേതായ മറ്റു പലരെയും പോലെ ക്ഷത്രിയരുടെ അഗ്നി അവർക്കുള്ളിൽ വഹിച്ച് വാളും ധർമ്മത്തിൻ്റെ ആദർശങ്ങളും കൊണ്ട് ജീവിച്ച പോരാളികൾ. എന്നാൽ ചില ക്ഷത്രിയ വംശങ്ങളുടെ കർക്കശമായ സൈനിക പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹോഡകൾക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അവർ യുദ്ധത്തിൽ മാത്രമല്ല, വ്യാപാരത്തിലും കൗശലക്കാരായിരുന്നു. ശക്തിയോടെയും സമ്പത്തിൻ്റെയും ശക്തി മനസ്സിലാക്കി അവരുടെ യാത്ര ആരംഭിക്കുന്നത് സിന്ധു നദീതടത്തിലെ പുരാതന വ്യാപാര പാതകളിൽ നിന്നാണ്. അവിടെ വ്യാപാരികളും യോദ്ധാക്കളും ഒരുമിച്ച് നിലനിന്നിരുന്നു. ഭാഗ്യത്തിൻ്റെ സദാ മാറിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റങ്ങളെ നാവിഗേറ്റ് ചെയ്തു. അവർ വാണിജ്യത്തിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. എന്നിട്ടും അവരുടെ ഭൂമിക്ക് ഭീഷണി ഉണ്ടായപ്പോൾ അവർ മടികൂടാതെ ആയുധമെടുത്തു. നൂറ്റാണ്ടുകളായി രാജവംശങ്ങൾ ഉയരുകയും താഴുകയും ചെയ്തപ്പോൾ ബഹോഡകൾ അവരുടെ റോളുകൾ സംരക്ഷകരിൽ നിന്ന് സംരംഭകരിലേക്ക് മാറ്റി. ഭരണകലയെ വാണിജ്യവുമായി അവർ സംയോജിപ്പിച്ചു. അധിനിവേശക്കാരുടെ തിരമാലകൾ കരയിൽ ആനടിച്ചപ്പോൾ അലക്സാണ്ടറിന് കീഴിലുള്ള ഗ്രീക്കുകാർ മുതൽ മുഗളന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും വരെ ബഹോഡകൾ ഒരു നദി അതിൻ്റെ ഗതി കണ്ടെത്തുന്നത് പോലെ ഓരോ കൊടുങ്കാറ്റിലും കുതിച്ചു. അവർ ജേതാക്കളോ അതിജീവിച്ചവരോ ആയിരുന്നില്ല, അവർ ട്രാൻസ്ഫോമറുകളായിരുന്നു. അവയുടെ സത്ത നഷ്ടപ്പെടാതെ അവരുടെ ഐഡൻറ്റിറ്റി റീഡിസൈൻ ചെയ്തു. ചില ഐതിഹ്യങ്ങൾ ക്ഷേത്ര നഗരങ്ങളെ സംരക്ഷിച്ച ബഹോഡ യോദ്ധാക്കളെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റുള്ളവർ തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ, വിലയേറിയ രത്നങ്ങൾ എന്നിവയുടെ ഇടപാടുകളിൽ അഭിവൃദ്ധി പ്രാപിച്ചവരെക്കുറിച്ച് മന്ത്രിക്കുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പുനർനിർമ്മിച്ച ഒരു സംഭവമായ 1947 ഇന്ത്യയുടെ വിഭജനത്തോടെ ബഹോഡകൾ പ്രതിരോധത്തിന് മറ്റൊരു പരീക്ഷണത്തെ അഭിമുഖീകരിച്ചു. തങ്ങളുടെ തറവാട്ടു ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നു. എന്നിട്ടും അവരുടെ വംശപരമ്പരയ്ക്ക് അനുസൃതമായി അവർ വീണ്ടും ഉയർന്നു. ബിസിനസ്, ഭരണം, സാമൂഹിക നേതൃത്വം എന്നിവയിലെ പ്രമുഖ വ്യക്തികളായി. അവരുടെ പൈതൃകം കേവലം അതിജീവനത്തെക്കുറിച്ചല്ല, മറിച്ച് പുനർനിർമ്മാണത്തെക്കുറിച്ചായിരുന്നു. തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സ്വഭാവം. ഇന്ന് ബഹോഡ നാമം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നു. യോദ്ധാവിൻ്റെ ചൈതന്യത്തിൻ്റെയും സംരംഭകത്വ മികവിൻ്റെയും മിശ്രിതമാണ്. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും സാക്ഷ്യം വഹിച്ച മാറ്റത്തിൻ്റെ വേലിയേറ്റങ്ങളുമായി പൊരുത്തപ്പെട്ടു. എന്നിട്ടും അതിൻ്റെ സത്തയിൽ ഉറച്ചു നിൽക്കുന്ന പേരാണിത്. അവരുടെ രക്തത്തിലെ സൂര്യവംശികളുടെ പൈതൃകവും വ്യാപാരികളുടെ ജ്ഞാനവും സാഹചര്യങ്ങളാൽ നിർവചിക്കപ്പെടാൻ വിസമ്മതിച്ച ഒരു ജനതയുടെ പ്രതിരോധശേഷിയുമുണ്ട്. ബഹോഡകളുടെ കഥ ഭൂതകാലത്തിൽ ഒന്നല്ല, പേരിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ തലമുറയ്ക്കൊപ്പവും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിഹാസമാണ്.
ചരിത്രം വികസിക്കുന്നത് തുടരുന്നിടത്തോളം കാലം ബഹോഡകൾ ഉയർന്നു നിൽക്കുകയും പൊരുത്തപ്പെടുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും, അവർക്ക് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ. ചരിത്രത്തിൻ്റെ പ്രതിധ്വനികൾ വിശ്വാസത്തിൻ്റെ താളുകളുമായി ഇഴയടുപ്പമില്ലാതെ ഇഴചേരുന്നൊരു നാട്ടിൽ ദ്വിത്വസ്വത്വത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ തെളിവായ ബഹോഡ സമൂഹം നിലകൊള്ളുന്നു. അവരുടെ കഥ കേവലം പാരമ്പര്യത്തിൻ്റെ ഒന്നല്ല, മറിച്ച് രണ്ട് മഹത്തായ മതങ്ങൾ, ഹിന്ദുമതവും സിഖ് മതവും തമ്മിലുള്ള ദൃഢത, ഭക്തി, അഭേദമായ ബന്ധത്തിൻ്റെ ഒരു കഥയാണ്. തലമുറകൾക്ക് മുമ്പ് ബഹോഡ ജനത രണ്ട് ശക്തമായ ആത്മീയ പാതകളുടെ വഴിത്തിരിവിലാണ്. ദേവതകളുടെയും ആചാരങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും സമ്പന്നമായ ചിത്രപ്പണികളുള്ള ഹിന്ദുമതം വളരെ കാലമായി അവരുടെ വഴികാട്ടിയായിരുന്നു. എന്നാൽ സമത്വം, ധീരത, ഏകദൈവത്തോടുള്ള ഭക്തി എന്നിവ ഊന്നിപ്പറയുന്ന സിഖ് വിശ്വാസം ഉയർന്നു വന്നു. ബഹോഡ സമുദായത്തിലെ പലരും അവരുടെ പൂർവിക ഹൈന്ദവ ആചാരങ്ങളെ ബഹുമാനിക്കുന്നത് തുടരുന്നതിനിടയിൽ അതിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിച്ചു. അങ്ങനെ സവിശേഷമായ ഒരു ആത്മീയ ഐഡന്റിറ്റി ജനിച്ചു. രണ്ട് മതങ്ങളുടെയും ദൈവിക തത്വചിന്തകളെ ഒരു ഏകീകൃത ജീവിത രീതിയിലേക്ക് ഇഴചേർത്ത ഒന്ന്. ബഹോഡ സമുദായത്തിൻ്റെ വിശ്വാസം കേവലം ഒരു വിശ്വാസ സമ്പ്രദായം മാത്രമല്ല, അതൊരു ജീവിതാനുഭവമാണ്. അവരുടെ വീടുകൾ ഹിന്ദു ദൈവങ്ങളായ ശ്രീകൃഷ്ണൻ, ദുർഗാദേവി, ശിവൻ എന്നിവരുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. സിഖ് ഗുരുക്കളുടെ, പ്രത്യേകിച്ച് ഗുരു നാനാക്കിൻ്റെയും ഗുരു ഗോവിന്ദ് സിംഗിൻ്റെയും ഛായാചിത്രങ്ങൾക്കൊപ്പം യോജിപ്പോടെ നിൽക്കുന്നു. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനകൾ അവരുടെ വീടുകളിൽ പ്രതിധ്വനിക്കുന്നു. ചിലർ ഗായത്രി മന്ത്രം ചൊല്ലുന്നു, മറ്റുള്ളവർ ജപ്തി സാഹിബിൻ്റെ വിശുദ്ധ വാക്യങ്ങൾ ചൊല്ലുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈരുദ്ധ്യവുമില്ല, എല്ലാ രൂപത്തിലും ദൈവത്തോടുള്ള തടസ്സമില്ലാത്ത ഭക്തി മാത്രം. ഈ ഇരട്ട വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന മഹത്തായ കാര്യങ്ങളാണ് ബഹോഡ സമുദായത്തിലെ ഉത്സവങ്ങൾ. സിഖ് ഗുരുക്കളുടെ ജന്മവാർഷികമായ ഗുർപുരാബിൻ്റെ അതേ ആവേശത്തോടെയാണ് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലി ദിനത്തിൽ വീടുകൾ ദീപങ്ങളാൽ പ്രകാശിക്കപ്പെടുന്നു. കുടുംബങ്ങൾ ഐശ്വര്യവും സന്തോഷവും വിളിച്ചോതുന്ന ലക്ഷ്മി പൂജ നടത്തുന്നു. എന്നാൽ അവസാന ദിയ മിന്നിമറിയുമ്പോൾ ഗുൾപുരാബ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അവിടെ ലങ്കറുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഗുരുഗ്രന്ഥ സാഹിബിൽ നിന്നുള്ള സ്തുതികൾ വായുവിൽ നിറയുന്നു. ഒപ്പം ഘോഷയാത്രകൾ, സിഖ് മതത്തിൻ്റെ പഠിപ്പിക്കലുകൾ തെരുവുകളിലൂടെ കൊണ്ടുപോകുന്നു. എന്നിട്ടും ആരാധനയിൽ മാത്രമല്ല അവരുടെ തനതായ പൈതൃകം തിളങ്ങുന്നത്. ബഹോഡ ജനത ഹൃദയത്തിൽ പോരാളികളാണ്. ധീരതയിലും സ്ഥിരോത്സാഹത്തിലും കെട്ടിപ്പടുത്തൊരു പൈതൃകത്തിൻ്റെ അവകാശികളാണ്. ഈ യോദ്ധാവ് ഹിന്ദു സിഖ് പാരമ്പര്യങ്ങളിൽ അതിൻ്റെ വേരുകൾ കണ്ടെത്തുന്നു. ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നുള്ള ശ്രീരാമൻ്റെയും അർജുനൻ്റെയും ആയോധന നൈതികത, സന്യാസി പട്ടാളക്കാരുടെ ധർമ്മത്തിൻ്റെ നിർഭയ സംരക്ഷകരുടെ സിഖ് തത്വങ്ങളുമായി പരിധികളില്ലാതെ ലയിക്കുന്നു. പല ബഹോഡമാരും പരമ്പരാഗത സിഖ് ആയോധന കലയ്ക്ക് ഘടിക പഠിക്കുന്നു. ശക്തിയില്ലാത്ത വിശ്വാസം അപൂർണമാണെന്ന് വിശ്വസിച്ച് സ്വയം പ്രതിരോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നത് തുടരുന്നു. സംരംഭകത്വം അവരുടെ സിരകളിൽ ആഴത്തിലോടുന്നു. തിരക്കേറിയ വിപണികൾ മുതൽ മഹത്തായ സംരംഭങ്ങൾ വരെ ബഹോഡ സമൂഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ബിസിനസ് വിവേകത്തിനും പേരുണ്ട്. ഇത് യാദൃശ്ചികമല്ല. ഹിന്ദുമതം കർമ്മത്തിൽ ഊന്നൽ നൽകുന്നു. കഠിനാധ്വാനവും ധർമാന്വേഷണവും അവരെ നയിക്കുന്നത്. കിരാത് കർണയുടെ സിഖ് തത്വം പോലെ പൂർണ്ണമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന സത്യസന്ധമായ അധ്വാനമാണ്. വിശ്വാസവും തൊഴിലും തമ്മിലുള്ള ഈ യോജിപ്പ് അവരെ വ്യക്തികളെന്ന നിലയിൽ മാത്രമല്ല, ധാർമ്മികതയിലും നിശ്ചയദാർഢ്യത്തിലും ബന്ധിതമായ അഭിവൃദ്ധി പ്രാപിക്കാൻ അവരെ അനുവദിച്ചു. വിദ്യാഭ്യാസവും അവരുടെ സംസ്കാരത്തിൻ്റെ നെടും തൂണാണ്. നൂറ്റാണ്ടുകളായി അറിവാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് വിശ്വസിച്ച ബഹോഡ കുടുംബങ്ങൾ പഠനത്തിന് വലിയ മൂല്യം നൽകിയിട്ടുണ്ട്. അവരുടെ പൂർവികർ നിർമ്മിച്ച സ്കൂളുകളും സ്ഥാപനങ്ങളും ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് തുടരുന്നു. ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകൾ സിഖ് ഗ്രന്ഥത്തിൻ്റെ തത്വങ്ങളുമായി സംയോജിപ്പിക്കുന്നു. ഭാവി തലമുറകൾ അവരുടെ പൈതൃകത്തിൽ വേരൂന്നിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. മഹത്തായതും പവിത്രവുമായ അവരുടെ വിവാഹങ്ങൾ അവരുടെ അതുല്യമായ ഇരട്ട വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ബഹോഡ കല്യാണം ഒരു പരമ്പരാഗത ഹിന്ദു ചടങ്ങോടെ ആരംഭിക്കാം. അവിടെ പവിത്രമായ അഗ്നി ഐക്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് സിഖ് വിവാഹ ചടങ്ങായ ആനന്ദകരാജ്. അവിടെ ദമ്പതികൾ ഗുരുഗ്രന്ഥ സാഹിബിന് മുന്നിൽ പ്രതിജ്ഞയെടുക്കുന്നു. വിവാഹത്തിൽ മാത്രമല്ല, ജീവിതത്തിലും പാരമ്പര്യങ്ങളുടെ ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന മനോഹരമായൊരു സംയോജനമാണിത്. അഗാധമായ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ബഹോഡ ജനത ഒരിക്കലും മതപരമായ അതിരുകളാൽ ഒതുങ്ങിയിട്ടില്ല. അവരുടെ ഹൃദയങ്ങൾ എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു. വിഭജനത്തിന്മേൽ ഐക്യം സ്വീകരിക്കുന്നു. അവർ ഭൂതകാലത്തെ ബഹുമാനിക്കുന്ന ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നു.
അതേസമയം വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന ഒരു ഭാവി രൂപപ്പെടുത്തുന്നു. അവരുടെ ദൃഷ്ടിയിൽ മതം കർക്കശമായ നിയമങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ചൊരു ആത്മീയ യാത്രയാണ്. അവിടെ ഭക്തിയും ധൈര്യവും ഐക്യവും ജീവിക്കാൻ യോഗ്യമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നു. വിശ്വാസം എന്നാൽ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിലല്ല, മറിച്ച് അനേകരെ ഉൾക്കൊള്ളുന്ന പാതയിൽ ആദരവോടെ നടക്കുന്നതാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ബഹോള സമുദായത്തിൻ്റെ പാരമ്പര്യം. അവരുടെ കഥ സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആത്മീയവും ലൗകികവുമായ കടമകളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടേതാണെന്ന് വരും തലമുറകൾ പ്രചോദിപ്പിക്കുന്ന ഒരു കഥ. ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യങ്ങളും ശക്തമായ സാംസ്കാരിക പൈതൃകവുമുള്ള ബഹോള സമൂഹം കാലക്രമേണ ഗണ്യമായി വികസിച്ചു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥകൾക്കും പരമ്പരാഗത തൊഴിലുകൾക്കുമുള്ള അവരുടെ സംഭാവനകൾക്ക് പ്രാഥമികമായി അറിയപ്പെട്ടിരുന്ന അവർ ഇപ്പോൾ വൈവിധ്യമാർന്ന പ്രൊഫഷണൽ മേഖലകളിലുടനീളം തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചു. ആധുനിക കാലത്ത് അവർ ബിസിനസ്സിൽ മാത്രമല്ല, രാഷ്ട്രീയം, അക്കാഡമിക്, മറ്റ് വിവിധ മേഖലകൾ എന്നിവയിൽ അഗാധമായ സ്വാധീനം ചെലുത്തുന്നു. ബഹോള സമുദായത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സ്വഭാവങ്ങളിലൊന്ന് വിദ്യാഭ്യാസത്തിൽ അവർ നൽകുന്ന ഊന്നലാണ്. ചെറുപ്പം മുതലേ അക്കാഡമിക് മികവ് പിന്തുടരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിൽ കുടുംബങ്ങൾ അഭിമാനിക്കുന്നു. തൽഫലമായി സമൂഹത്തിൽ നിരവധി അംഗങ്ങൾ ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് ഓർഗനൈസേഷനുകളിലും അഭിമാനകരമായ സ്ഥാപനങ്ങൾ നേടിയിട്ടുണ്ട്. ബഹോള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പണ്ഡിതരും അധ്യാപകരും സയൻസ്, ടെക്നോളജി, ഹ്യൂമാനിറ്റീസ് എന്നിവയ്ക്കുള്ള അവരുടെ സംഭാവനകൾക്ക് അംഗീകാരം നൽകുന്നു. പലപ്പോഴും തകർപ്പൻ ഗവേഷണത്തിനും നവീകരണത്തിനും നേതൃത്വം നൽകുന്നു. ബിസിനസ് ലോകത്ത് വിവിധ വ്യവസായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സംരംഭകത്വ സംരംഭങ്ങളിലൂടെ ബഹോള സമൂഹം സ്വയം പേരെടുത്തു. കൺസ്ട്രക്ഷൻ, ട്രേഡ്, ഫിനാൻസ് അല്ലെങ്കിൽ ടെക്നോളജി സ്റ്റാർട്ടപ്സ് എന്നിവയിലായാലും ബഹോള ബിസിനസ്സുകാർ ശ്രദ്ധേയമായ മിടുക്കും പൊരുത്തപ്പെടുത്തലും പ്രകടമാക്കിയിട്ടുണ്ട്. അവരുടെ ബിസിനസ്സുകൾ ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിക്കുക മാത്രമല്ല, ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ നേടുകയും ചെയ്തു. സാമ്പത്തിക വളർച്ചയ്ക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകി. അവരുടെ ശക്തമായ പ്രവർത്തനം നൈതികതയും മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവും ആഗോള വിപണിയിൽ വിജയകരമായി നാവിഗേറ്റ് ചെയ്യാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമാണ് ബഹോള സമുദായം ഗണ്യമായ സ്വാധീനം ഉറപ്പിച്ച മറ്റൊരു മേഖല. വിദ്യാഭ്യാസം, സാമ്പത്തിക വികസനം, സാമൂഹിക പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾക്കായി വാദിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ സർക്കാരിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അവരുടെ നേതൃപാഠവും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായുള്ള ശക്തമായ ഉത്തരവാദിത്ത ബോധവും കൂടിച്ചേർന്ന് അവരെ രാഷ്ട്രീയ ഭരണവൃത്തങ്ങളിൽ ആദരണീയ വ്യക്തികളാക്കി മാറ്റി. ഭരണത്തിലെ സജീവമായ പങ്കാളിത്തത്തിലൂടെ തങ്ങളുടെ സമൂഹത്തിന് മാത്രമല്ല, വിശാലമായ ജനവിഭാഗത്തിനും പ്രയോജനപ്പെടുന്ന നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അവർ പങ്കുവഹിച്ചു. മാത്രമല്ല, ബഹോള സമൂഹം സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ, ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾ എന്നിവ സ്ഥാപിച്ച് സമൂഹത്തിന് തിരികെ നൽകാൻ വിജയിച്ച നിരവധി വ്യക്തികൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. സാമൂഹിക ഉന്നമനത്തോടുള്ള അവരുടെ പ്രതിബദ്ധത സ്കോളർഷിപ്പുകൾ, തൊഴിൽ പരിശീലനം, കമ്മ്യൂണിറ്റി വികസന പരിപാടികൾ എന്നിവ നൽകുന്ന നിരവധി സംരംഭങ്ങളിലേക്ക് നയിച്ചു. വിജയത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടുത്ത തലമുറയെ ശാക്തീകരിക്കുന്നു. സാംസ്കാരികമായി ബഹോള സമൂഹം ആധുനിക സ്വാധീനങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം അതിൻ്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ശക്തമായ സ്വത്വബോധം വളർത്തുന്നു. അതേസമയം അവർ പുരോഗമന ആശയങ്ങൾക്കായി തുറന്നിരിക്കുന്നു, പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും തികഞ്ഞ സംയോജനം ഉറപ്പാക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ബഹോള കമ്മ്യൂണിറ്റി ബന്ധം പുലർത്താനും അറിവ് പങ്കിടാനും അവരുടെ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ഫോറങ്ങൾ, ഡിജിറ്റൽ കണ്ടന്റുകൾ എന്നിവ അവരുടെ ചരിത്രത്തെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലെ ആഗോള സംഭാഷണങ്ങളിൽ നെറ്റ്വർക്ക് ചെയ്യാനും സഹകരിക്കാനും സംഭാവന നൽകാനും യുവതലമുറ ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. മൊത്തത്തിൽ ആധുനിക കാലത്തെ ബഹോള കമ്മ്യൂണിറ്റിയുടെ യാത്ര പ്രതിരോധശേഷിയുടെയും അഭിലാഷത്തിൻ്റെയും പൊരുത്തപ്പെടുത്തലിൻ്റെയും തെളിവാണ്. വിദ്യാഭ്യാസം, ബിസിനസ്, രാഷ്ട്രീയം, സാമൂഹിക സേവനം എന്നിവയോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയോടെ അവർ തങ്ങളുടെ വേരുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ വാഗ്ദാനമായ ഒരു ഭാവി രൂപപ്പെടുത്തുന്നത് തുടരുന്നു. അവർ മുന്നോട്ടു പോകുമ്പോൾ അവരുടെ ആഘാതം കൂടുതൽ ശക്തമാകും. അവരുടെ പൈതൃകം വരും തലമുറകൾക്ക് വളരുമെന്ന് ഉറപ്പാക്കും.
സിനിമയുടെ വിശാലവും വർണ്ണാഭമായതുമായ ലോകത്തെ ഒരു പേരിൻ്റെ ഒരു പരാമർശം പോലും ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും മറന്നുപോയ പൈതൃകങ്ങളിലേക്കും വാതിലുകൾ തുറക്കും. ഹലോ മമ്മി വിനോദവും സാംസ്കാരിക തലയെടുപ്പും കൂടിച്ചേർന്നൊരു സിനിമ ശ്രദ്ധേയമായ ചിലത് ചെയ്യുന്നു. ഇത് ഹ്രസ്വമായ ബഹോള സമൂഹത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. ക്ഷണികമാണെങ്കിലും ഈ റെഫറൻസ് വലിയ പ്രാധാന്യം പുലർത്തുന്നു. ഉപരിതലത്തിനപ്പുറത്തേക്ക് നോക്കാനും ചരിത്രവും പാരമ്പര്യവും കൊണ്ട് സമ്പന്നമായ ഒരു ലോകം പര്യവേക്ഷണം ചെയ്യാനും പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു. ആധുനിക നാഗരികത രൂപപ്പെടുത്തുന്നതിന് വളരെ മുമ്പുള്ളൊരു കാലഘട്ടം സങ്കല്പിക്കുക. അവിടെ കമ്മ്യൂണിറ്റികൾ ചിതറിക്കിടക്കുന്ന ഗ്രൂപ്പുകളായി മാത്രമല്ല, സവിശേഷമായ ആചാരങ്ങളും വിശ്വാസങ്ങളും സ്വത്വങ്ങളുമുള്ള സങ്കീർണമായ സമൂഹങ്ങളായി അഭിവൃദ്ധിപ്പെട്ടു. മുഖ്യധാര വിവരണങ്ങളിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ബഹോള സമൂഹം, അതിനുള്ളിൽ പ്രതിരോധശേഷി, പൈതൃകം, പറയാത്ത ഭൂതകാലം എന്നിവയുടെ പ്രതിധ്വനികൾ വഹിക്കുന്നു. അവരുടെ കഥ അതിജീവനത്തെക്കുറിച്ചല്ല, ചരിത്രത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച ഒരു ജനതയുടെ അവേദ്യമായ ആത്മാവിനെക്കുറിച്ചാണ്. പേജുകൾ വലിയ തോതിൽ വായിക്കപ്പെടാത്തതാണെങ്കിലും. ഹലോ മമ്മി പോയൊരു സിനിമ യാദൃശ്ചികമായി ഒരു പേര് കളയുമ്പോൾ ആദ്യം അത് നിസ്സാരമായി തോന്നും. പക്ഷേ അത് തിരിച്ചറിയുന്നവർക്ക് അത് മറന്നുപോയൊരു കാലഘട്ടത്തിലേക്കുള്ള മറിഞ്ഞിരിക്കുന്ന വാതിൽ കണ്ടെത്തുന്നത് പോലെയാണ്. പരാമർശം ഒരു ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ പറയാൻ അർഹമായ കഥകൾ, അവ്യക്തതയിലേക്ക് മങ്ങാൻ പാടില്ലാത്ത സ്വത്തങ്ങൾ. പൊതുബോധം രൂപപ്പെടുത്തുന്നതിൽ പോപ്പ് സംസ്കാരത്തിന് അനിഷേധ്യമായ സ്വാധീനമുണ്ട്. ചിലപ്പോൾ ജിജ്ഞാസ ഉണർത്താൻ ഒരൊറ്റ വാക്ക് മതിയാകും. നാടോടി നൃത്തങ്ങൾ മുതൽ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ വരെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പല സാംസ്കാരിക നിധികളും നിലനിൽക്കുന്നത് എവിടെയോ ആരെങ്കിലും ഓർത്തിരിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. അധികം അറിയപ്പെടാത്ത മറ്റു പല ഗ്രൂപ്പുകളെയും പോലെ ബഹോള സമൂഹവും നാം അപൂർവമായി അംഗീകരിക്കുന്ന വിധത്തിൽ ലോകത്തെ രൂപപ്പെടുത്തിയ അറിവുകളുടെയും പാരമ്പര്യങ്ങളുടെയും ജീവിത രീതികളുടെയും ഒരു സമ്പത്ത് വഹിക്കുന്നു. അവരുടെ സംഭാവനകളും പോരാട്ടങ്ങളും വിജയങ്ങളും ചരിത്രത്തിൻ്റെ വലിയ ഘടനയിൽ അനിവാര്യമായ ഒരു ത്രെഡ് രൂപപ്പെടുത്തുന്നു. സിനിമയും സംഗീതവും സാഹിത്യവും പലപ്പോഴും ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കുന്നു. ഒരു പുരാതന സമൂഹത്തിലേക്കോ മറന്നുപോയ പാരമ്പര്യത്തിലേക്കോ ഉള്ള ഓരോ അനുനയത്തോടെയും പോപ്പ് സംസ്കാരം ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇതൊരു പുതിയ തലമുറയ്ക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഒരു സിനിമയിലെ ലളിതമായ പരാമർശം ചർച്ചകളിലേക്കും പര്യവേക്ഷണങ്ങളിലേക്കും ഒരു സംസ്കാരത്തിൻ്റെ വേരുകളെക്കുറിച്ചുള്ള പുതിയ താല്പര്യത്തിലേക്കും നയിച്ചേക്കാം. ചരിത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും ജീവിക്കുന്നുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പാടുന്ന പാട്ടുകൾ, നമ്മൾ പറയുന്ന കഥകൾ, കടന്നു പോകുമ്പോൾ കേൾക്കുന്ന പേരുകൾ എന്നിവയിൽ നെയ്തെടുക്കുന്നു. അതിനാൽ അടുത്ത തവണ ഒരു സിനിമ ചെറുതായി തോന്നുന്ന എന്തെങ്കിലും പരാമർശിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി പ്രതിഫലിപ്പിക്കുക. വാക്കുകൾക്ക് പിന്നിൽ എല്ലായ്പ്പോഴും ഒരു കഥയുണ്ട്. പേരിന് പിന്നിൽ ഒരു പാരമ്പര്യമുണ്ട്. വീണ്ടും കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഹലോ മമ്മിയിലെ ബഹോള കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ആ ഹ്രസ്വ പരാമർശത്തിൽ അറിയപ്പെടാൻ അർഹമായ ഒരു പൈതൃകം കൂടുതൽ ആഴത്തിൽ കാണാനും കണ്ടെത്താനും ആഘോഷിക്കാനും ഞങ്ങളെ ക്ഷണിക്കുന്നു. എന്തെന്നാൽ ചരിത്രം എന്തെല്ലാം സംഭവിച്ചു എന്നതിനെക്കുറിച്ചല്ല, അത് നമ്മൾ ഓർക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. ബഹോള കമ്മ്യൂണിറ്റിയുടെ സമ്പന്നമായ ചരിത്രം പാരമ്പര്യത്തിൻ്റെയും പുരോഗതിയുടെയും സമ്പൂർണ്ണ സംയോജനമാണ്. അത് പര്യവേക്ഷണം ചെയ്യാൻ ശരിക്കും ആകർഷകമാകുന്നു. സമയത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ അതിശയകരമായ ഉള്ളടക്കം നിങ്ങളുടെ വഴി കണ്ടുവരാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു. കൂടാതെ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചരിത്രപരമായ കമ്മ്യൂണിറ്റികളെക്കുറിച്ച് മറ്റ് സിനിമ പരാമർശങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഈ ചർച്ചകളെ കൂടുതൽ ആവേശകരമാക്കുന്നു. ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും അതിനപ്പുറം കൂടുതൽ ആഴത്തിലുള്ള മുങ്ങലുകൾക്കായി കാത്തിരിക്കുക. അടുത്ത തവണ വീണ്ടും കാണാം.